അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته. അൽഹംദുലില്ലാഹ് അല്ലദീ അൻസലൽ ഖുർആന തിബ്യാനൻ വതഫ്സീലൻ ലികുല്ലി ശൈഇൻ വഹുദൻ വബുശ്റാ ലിൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات تدبر القرآن تحت إشراف فهم القرآن على أيسر الطريق. ഖുർആൻ പഠനത്തിന്റെ എളുപ്പയുടെ കീഴിൽ നടന്നു വരുന്ന തദബ്ബുറുൽ ഖുർആൻ ദുറൂസുകളിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. നമ്മൾ ഒരു പുനർവായനയാണ് നടത്തിക്കൊണ്ടിരുന്നത്. എവിടംവരെത്തിയായിരുന്നു? 62 കഴിഞ്ഞല്ലേ? 62 കഴിഞ്ഞു. 62 എടുക്കണോ? എടുക്കണം. ഓക്കെ, ഇതിലെന്താണ് കോംപ്ലിക്കേഷൻ വല്ലതും ഉണ്ടോ? വഹുവ അസ്റഉൽ ഹാസിബീൻ. അപ്പൊ എന്താ ഹാസിബീൻ, എന്താ ഈന വരാൻ കാരണം? ഹാസിബീൻ, ഹാസിബൂൻ എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഗ്രാമറിന്റെ പുതിയ ക്ലാസ് അടുത്ത വെള്ളിയാഴ്ച മുതൽ തുടങ്ങും കേട്ടോ. അടുത്ത വെള്ളിയാഴ്ച രാത്രി. ആര് രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രജിസ്റ്റർ ചെയ്തോളും. ഗ്രാമർ മനസ്സിലാകാൻ ഗ്രാമർ മാത്രം 3 മാസത്തേക്ക്. ഓക്കെ, അസ്റഉൽ ഹാസിബീൻ. ഹാസിബീൻ എന്തുകൊണ്ട് ഈന വന്നു? ഇളാഫത്ത് ചെയ്തിരിക്കുകയാണ്. അസ്രാവിനെ ഇളാഫത്ത് ചെയ്തിരിക്കുകയാണ് ഹാസിബീനിലേക്ക്. വിചാരണ ചെയ്യുന്നവരുടെ, നമ്മളെ മലയാളത്തിൽ പറയുമ്പോൾ അങ്ങനെ വരിക, പക്ഷെ അറബിയിലാണെങ്കിൽ അങ്ങനെ ഇളാഫത്ത് ചെയ്തിട്ടാണ്. അതാണ് ഘടന, വാക്യ അങ്ങനെ ഒരു പ്രയോഗം. അസ്റഉൽ ഹാസിബീൻ. അപ്പോൾ വിചാരണ ചെയ്യുന്നവരിൽ ഏറ്റവും വേഗതയുള്ളവനാണ് അവൻ. അവനാണ് വിചാരണ ചെയ്യുന്നവരിൽ ഏറ്റവും വേഗതയുള്ളവൻ. മലയാളത്തിൽ പറയുമ്പോൾ ഏറ്റവും വേഗത്തിൽ വിചാരണ ചെയ്യുന്നവൻ എന്തൊക്കെ നമ്മൾ പറയും? മൻ യുനജ്ജികും മിൻ ളുലുമാത്തിൽ ബർരി വൽ ബഹർ. ളുലുമാത്തിന്റെ മുഫ്രദ് എന്താണ്? ളുൽമുനാണോ? ളുൽമത്തിനാണ്. ളുൽമുൻ എന്ന് വേറൊരു അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ളുൽമ എന്ന് പറയുമ്പോൾ അക്രമമാണ്. രണ്ടും അന്ധകാരം തന്നെയാണ്, പക്ഷെ പ്രയോഗത്തിൽ എന്താണ്? ളുൽമ എന്ന് പറയുന്നത് ഇന്ന ളുൽമ ളുലുമാത്തുൻ യൗമൽ ഖിയാമത്ത് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതൊരു അക്രമം, അത് അന്ധകാരം തന്നെയാണ്. അക്രമം അന്ധകാരമാണ്, അന്ധകാരം അക്രമമാണ്. പക്ഷെ പ്രയോഗത്തിൽ ളുൽമുൻ എന്നത് അക്രമത്തിനും ളുൽമത്തുൻ എന്നത് അന്ധകാരത്തിനാണ്. ബറും ബഹറും. ബറിന്റെ ഓപ്പോസിറ്റ് ചോദിച്ചാൽ ബഹർ എഴുതാം. ബറ്, ബിറ്, ബുറ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തോന്നുന്നു അല്ലേ? തദർറുഅൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? താഴ്മയോടുകൂടി. ഖുഫ്യതൻ. ഇത് രണ്ടും എന്താ പറയുക, ഹാലിന്റെ പ്രയോഗങ്ങളാണ്. ഹാലിന്റെ പ്രയോഗങ്ങളിൽ ഒന്നാണ്. ഹാല് വാവുൽ ഹാലായിട്ട് ഉപയോഗിക്കും. വാവ് ഉപയോഗിച്ച് ഹാല് പറയും. അതേപോലെ നസ്ബ് ചെയ്തുകൊണ്ട് വാവ് പറയും.
ഇവിടെ നെസ്ബ് ചെയ്തിട്ടാണ് ഹാല് ഹാല് ആയിട്ട് വരുന്നത്. തദർറുഅൻ വഖുഫിയതൻ. ഖുഫിയത്ത് എന്താ? ഖുഫിയത്ത് എന്ന് പറഞ്ഞാൽ ഭയം എന്നാണ്. അത് മസ്തറല്ലോ സാർ? ഇത് ഖുഫിയത്താണ് കേട്ടോ. ഖഫ യഖ്ഫിയാണ്, ഖാഫയല്ല. ഖാഫയല്ല. ഖാഫയാണെങ്കിൽ ഖൗഫാണ് വരിക. അപ്പൊ മധ്യത്താണ് എന്ത് ദുർബലാക്ഷരം. ഇവിടെ എന്താ ഖുഫിയത്ത് എന്ന് പറയുമ്പോൾ ദുർബലാക്ഷരം എവിടെയാണ്? മൂന്നാമത്താണ് ദുർബലാക്ഷരം. അവസാനത്തെയാണ് ദുർബലാക്ഷരം. അപ്പോ ഖാഫിയ യഖ്ഫ. ഖാഫിയ എന്ന് പറഞ്ഞാല് മറഞ്ഞിരുന്നു. അപ്പം ഇവിടെ തദർറുഅൻ വ ഖുഫിയത്തിന് എന്ന് പറഞ്ഞാല് മറഞ്ഞെന്ന് പറഞ്ഞ സ്വരം പതിഞ്ഞ സ്വരത്തിലെന്നർത്ഥം. എന്താ നമ്മുടെ അർത്ഥത്തില് വാക്കർത്ഥത്തിലുള്ളത്? അത് മസ്ദറല്ലോ സാർ? അതെ. ഖുഫിയത്ത് രഹസ്യമായി എന്നാണ് എഴുതന്നിരിക്കുന്നത്. ഇവിടെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് തദഊനഹു തദർറുഅൻ വ ഖുഫിയതൻ എന്ന് പറഞ്ഞത്. വിനയത്തോടും പതിഞ്ഞ സ്വരത്തിലുമാണ് ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ രഹസ്യമായിട്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പ്രാർത്ഥന നടന്ന് അവിടെ എന്ത് ഉച്ചത്തിലാണ്? ഭയങ്കര ഉച്ചത്തിലാണ്, മയക്കൊക്കെ വെച്ച് കെട്ടി ഉച്ചത്തിലാണ് പ്രാർത്ഥന നടന്നത്. അപ്പൊ അതല്ല പ്രാർത്ഥനയുടെ. ഒഴിഞ്ഞിരുന്നു കൊണ്ട് ആണ് പ്രാർത്ഥന നടത്തേണ്ടത്. അതേപോലെ തന്നെ പതിഞ്ഞ സ്വരത്തിലാണ് ചോദിക്കേണ്ടത്. ഇത് രണ്ടും ഈ ഖുഫിയത്തിന് അർത്ഥം വരും. അൻജാന മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ. അഞ്ചാ വരുമ്പോ അഞ്ചായുടെ എന്താ പറയാ, അഞ്ചായുടെ പോയിട്ട് അതെ അലിഫ് കൊണ്ട് അതെ, അത് ചേർന്ന് വരുമ്പോ സർവനാമം അന്ത്യത്തിൽ സർവനാമം ചേർന്ന് വരുമ്പോഴാണ്. അപ്പൊ അഞ്ചായുടെ മൂന്നക്ഷര ക്രിയ എന്തായിരിക്കും? മൂന്നക്ഷര ക്രിയ, മൂന്നക്ഷരം മാത്രം. നജ അല്ല, നജ മൂന്നക്ഷരം മാത്രം. നജ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രക്ഷപ്പെട്ടു. അഞ്ചാന്ന് പറയുമ്പോ രക്ഷപ്പെടുത്തി. അങ്ങനെ പഠിക്കണം. അപ്പോ കർമ്മമുള്ള ക്രിയയും കർമ്മമില്ലാത്ത ക്രിയയും. കർമ്മമുള്ള ക്രിയയും കർമ്മമില്ലാത്ത ക്രിയയും. കർമ്മമുള്ള ക്രിയക്ക് എന്ത് പറയും? ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അറബിയിൽ എന്ത് പറയും? അറബിയില് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടില്ല. അതെ, താങ്കൾ ഒരുപാട് പഠിച്ചിരിക്കുകയാണ് നമ്മളെക്കാളും. മാലൂമല്ല, അല്ല മാരിഫ അല്ല, മുതഅദ്ദി. നമ്മളെ ഈ ഗ്രാമർ ക്ലാസ്സിൽ ആദ്യം ഇത് പഠിപ്പിക്കില്ല. ഇതുവരെയുള്ള, അതായത് അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ മൊഡ്യൂളിലുള്ള ഗ്രാമറിലാണ് അത് പഠിപ്പിക്കുന്നത്. അതിൽ കുറച്ച് അല്പസ്വല്പ കൂടി വരാം. മുതഅദ്ദി ഒന്നും പഠിക്കാനായിട്ടില്ല. മുതഅദ്ദി ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പഠിക്കാൻ കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ നമ്മള് 6, 7, 8 അവർക്ക് ഡയറക്റ്റ് ക്ലാസ് കിട്ടിയിട്ടില്ല. ഡയറക്റ്റ് ക്ലാസ് കിട്ടാത്ത കുറെ ആൾക്കാരുണ്ട് 6, 7, 8. അവർക്ക് വേണ്ടിയാണ് ഇതുള്ളത്. മാത്രമല്ല, പിന്നെ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർമാർക്കൊക്കെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി ഉള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന് മുതഅദ്ദി എന്ന് പറയും. മുതഅദ്ദി മീന് താ ഐന് 2 ദാല് യാ. മുതഅദ്ദി എന്ന് പറഞ്ഞാൽ ട്രാൻസിറ്റീവ് വർബ്. അവസാനം മുതഅദ്ദിൻ അല്ല, അത് മുതഅദ്ദിൻ എന്നാണ് വലിയ അൽ മുതഅദ്ദി, അൽ ചേർത്ത് അൽ മുതഅദ്ദി.
അൽ ഫേലുൽ മുതഅദ്ദി. അപ്പോ മുതഅദ്ദിയുടെ ഓപ്പോസിറ്റ് ഇൻട്രാൻസിറ്റീവ് ആണെങ്കിൽ ഇൻട്രാൻസിറ്റീവ് എന്ത് പറയും തങ്ങൾ? ലാസിം എന്നാണ് പറയുക. ലാസിം ഫേല് ലാസിം എന്നാണ് പറയുക. ലാസിം എന്ന് പറഞ്ഞാൽ അവിടം വരെ ഉള്ളൂ. അതായത് ഫാഇലിൽ തന്നെ പരിമിതമാണ്, കർത്താവിൽ തന്നെ പരിമിതമാണ് പ്രവർത്തനം. കർത്താവിൽ നിന്നും വേറൊന്നിലേക്ക് വിട്ടുകിടക്കുന്നതാണെങ്കിൽ മുതഅദ്ദി എന്ന് പറയും. അപ്പോ കതബ അല്ല, ചിലതിനൊക്കെ എന്താണ് ഷെരീബ, ഷെരീബുണ്ട്, ഷെരീബത്തുൽ മാ വരും. ദഹബ പോയി. അപ്പൊ പോയ ആൾ തന്നെ പരിമിതമാവുകയാണ്, അത് ലാസിം. അറബ വരുമ്പോൾ അടിച്ചു, ആടി വേറെ അതിൽ ചെന്ന് പതിക്കും. അപ്പൊ മുതഅദ്ദിയാണ്, വേര് മുതഅദ്ദിയാണ്. അത് നോർമലാണ്. അതായത് നോർമൽ ക്രിയ സാധാരണ ക്രിയയിൽ തന്നെ ലാസിമായ ഫെയിലും ഉണ്ടാവും, മുതഅദ്ദിയായ ഫെയിലും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ആവശ്യമുള്ളതും ഉണ്ടാവും, ഒബ്ജക്റ്റ് ആവശ്യമില്ലാത്തതും. ഒബ്ജക്റ്റ് ആവശ്യമുള്ളതിന് മുതഅദ്ദി എന്ന് പറയും, ഒബ്ജക്റ്റ് ആവശ്യമില്ലാത്തതിന് ലാസിം എന്ന് പറയും. ഇനി ലാസിമായ ക്രിയ എന്താക്കാം? മുതഅദ്ദി ആക്കാം. ട്രാൻസിറ്റീവ് അല്ലാത്ത വെർബിനെ ട്രാൻസിറ്റീവ് ആക്കാം. അറബ അടിച്ചു, അറബ അടിപ്പിച്ചു, ജലസ അജ്ലസ. അപ്പൊ അതേപോലെ നസല ഇറങ്ങി, അഞ്ചല ഇറക്കി. അപ്പൊ നജ രക്ഷപ്പെട്ടു, അഞ്ച രക്ഷപ്പെടുത്തി. അപ്പൊ സാധാരണഗതിയിൽ ഒരു മൂന്നക്ഷര ക്രിയയെ സാധാരണഗതി എല്ലാം അങ്ങനെ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. സ്വീകരിക്കുന്ന ക്രിയകളുണ്ട്, സ്വീകരിക്കാത്ത ക്രിയയുണ്ട്. സാധാരണഗതിയിൽ ഒരു ക്രിയയെ അതിൻ്റെ കൂടെ ഹംസ് ചേർത്ത് അഞ്ചര ഗ്രൂപ്പ് ആക്കിയാൽ എന്താവും? ട്രാൻസിറ്റീവ് ആകും. അത് അക്സെപ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ. ചില ക്രിയകൾക്ക് ഹംസ് ചേർത്താൽ അത് അക്സെപ്റ്റ് ചെയ്യും, ചില ക്രിയകൾക്ക് എന്ത് ചെയ്യണം? മധ്യം ഇരട്ടിപ്പിക്കണം. നസ്സല പോലെ നമ്മൾ മുമ്പ് അന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നസ്സല ആക്കിയാൽ ട്രാൻസിറ്റീവ് ആയി, അതേപോലെ അഞ്ചല ആക്കിയാലും ട്രാൻസിറ്റീവ് ആയി. അപ്പൊ നസലയ്ക്ക് രണ്ടും സ്വീകരിക്കും, ചിലതിന് രണ്ടും സ്വീകരിക്കാത്തതുണ്ടാവും, രണ്ടും സ്വീകരിക്കുന്നുണ്ടാവും, ഒന്ന് സ്വീകരിക്കുന്നുണ്ടാവും, അങ്ങനെ ഉണ്ടാവും. അത് നമ്മൾ പ്രയോഗത്തിലൂടെ പഠിക്കുക. നജ്ജായ ഉപയോഗിക്കാം. നജായ എന്ത് ചെയ്യാം? നജ രക്ഷപ്പെട്ടു, നജ്ജ രക്ഷപ്പെട്ടു. ഫാലയ്ക്കൊന്നും ഇല്ല, അതൊക്കെ പറയാൻ വേണ്ടി പറയുന്നു. അതൊക്കെ പറയാൻ വേണ്ടി പറയുന്നതാണ്. അല്ല, ഒരു ഗ്രൂപ്പ് എന്ന് പറയാൻ വേണ്ടി പറയുന്നതാണ്. നമ്മൾ അതിലേക്ക് പോകണ്ട, അതിലേക്ക് പോയാൽ കൺഫ്യൂഷനാണ്. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഒരു നസല അഞ്ചല പഠിച്ചു വയ്ക്കുക. അപ്പൊ എന്തായി? അഞ്ചല എന്ന് പറയുന്നത് അത് നസലയെ അഞ്ചല ആക്കുമ്പോഴത്തേക്ക് എന്തായി? അത് ട്രാൻസിറ്റീവ് ആയി. നസ്ജല ആക്കിയാലും ട്രാൻസിറ്റീവ് ആയി. അപ്പൊ അത് അങ്ങനെയുള്ള അക്സെപ്റ്റ് ചെയ്യുന്ന ക്രിയ ആയിരിക്കണം. ഇവിടെ രണ്ടും അക്സെപ്റ്റ് ചെയ്യും. നജ്ജായും പറയാം, അഞ്ചായും പറയാം. ഓക്കെ. ലൈൻ നഞ്ചാന മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ. ഇവിടേക്ക് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഗ്രാമറിൽ നമ്മൾ പഠിക്കാത്ത ഗ്രാമർ ഒന്നുമില്ല ഇവിടെ. മിനശ് ശാകിരീൻ. ഇൻട്രാൻസിറ്റീവിന് എന്താ പറയുക? ലാസിം ലസിമല്ലേ? ലാമ് അലിഫ് ജായ് സുൽസിലയുടെ ലാസിം. നമ്മൾ സാധാരണ പറയുമ്പോഴത്തേക്ക് ലാസിം എന്ന് പറയില്ലേ, നിർബന്ധമാണെന്ന് പറയും സംസാരിക്കുമ്പോൾ. അതെ. ഖുലില്ലാഹു യുനജ്ജീക്കും. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഖുലില്ലാഹു യുനജ്ജീക്കും എന്ന് പറഞ്ഞപ്പോ നജ്ജ എന്ന രീതിയാണ്, രൂപമാണ് ഉപയോഗിച്ചത്. നജ്ജ എന്നതിനെ മദ്യം ഇരട്ടിപ്പിച്ചു. നസ്ജല ആക്കിയപ്പോ എന്തായി? നസ്ജല ഗ്രൂപ്പ് ആക്കിയപ്പോൾ അതും ട്രാൻസിറ്റീവ് ആണ്.
യുനജ്ജീക്കും. അപ്പൊ അഞ്ചാന എന്ന് പറഞ്ഞതും അപ്പൊ ഇതിൽ 2 തരം ക്രിയകൾ ഉപയോഗിച്ചു, ക്രിയയുടെ 2 രൂപം ഉപയോഗിച്ചു. അതാണ് സാഹിത്യകാരന്മാർ സാധാരണ ഉപയോഗിക്കുന്നത്. അതായത് ഒരു ക്രിയ അതേ ക്രിയ തന്നെ ആവർത്തിക്കണമെങ്കിൽ അത് ഒന്നുകിൽ അതേ അർത്ഥത്തിലുള്ള വേറൊരു പദം ഉപയോഗിക്കും, അല്ലെങ്കിൽ ഇതേ രീതിയിൽ. അറബിയാണെങ്കിൽ എളുപ്പമുണ്ട്, അവിടെ അഞ്ചാ ഉപയോഗിച്ചാൽ ഇവിടെ ലജ്ജ ഉപയോഗിക്കാം. കർബ് എന്താണ്? കർബ് വിഷമം. ബുദ്ധിമുട്ട്, വിഷമം എന്നൊക്കെ പറയും. അതെ. വമിൻ കുല്ലി കർബിൻ സുമ്മ അൻതും തുശ്രികൂൻ. അപ്പൊ എന്താ? അള്ളയാണ് എല്ലാ വിഷമങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നത്. സുമ്മ അൻതും തുശ്രികൂൻ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറെ ആരെങ്കിലുമാണ് ബുദ്ധിമുട്ട് അകറ്റുന്നത് എന്ന് വിചാരിച്ചിട്ട് അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ മധ്യവർത്തിയാക്കുകയാണ് എന്ന് പറയും. അതൊന്നും നിങ്ങൾ പോകേണ്ടതില്ല, അള്ളയോട് മാത്രം ചോദിച്ചാൽ മതി എന്നതിന് ഒറ്റ സൂക്തത്തിലൂടെ മറുപടി പറയുകയാണ്. ദുൽമാത്തിൽ ബർരി വൽ ബഹ്റ എന്ന് പറഞ്ഞാൽ കടലിൽ പോയി പ്രക്ഷുബ്ധമായ അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചുഴിയിൽ പെട്ടുപോകും, അല്ലെങ്കിൽ കൊടുങ്കാറ്റടിക്കുന്ന എന്ത് ആപത്ത് സംഭവിച്ചു പോകും, തിരമാലയിൽ പെട്ടുപോകും എന്നൊക്കെ എന്ന് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ പെട്ടുപോയാൽ അള്ളെ മാത്രമേ അറബികൾ പോലും വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. കൊടിയ ആപത്ത്, ഭയങ്കരമായ ആപത്ത് സംഭവിക്കുന്ന സമയത്ത് പോലും അവരെന്ത് ചെയ്യും? അള്ളെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കും. അത് അങ്ങനെ സംഭവം ഉണ്ടായത് കാലമായി ഇസ്ലാം സ്വീകരിച്ച ആൾക്കാരുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടാൽ വധിക്കണമെന്ന് പ്രഖ്യാപിച്ച ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ഫത്ഹ് മക്കയ്ക്ക് ശേഷം അദ്ദേഹം കപ്പൽ കയറി രക്ഷപ്പെടാൻ പോയി. കപ്പൽ കയറി നാട് വിടാൻ പോയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഇതേപോലെ തിരമാലയാകപ്പെട്ടു. അപ്പൊ എല്ലാവരും കൂടെ പറഞ്ഞു നമുക്ക് അള്ളാഹ് ഇക്രിമ. അപ്പൊ എന്ത് ചെയ്തു? എല്ലാരും പറഞ്ഞു നമുക്ക് അള്ളാഹെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന്. അപ്പോഴാണ് ഇക്രിമ പറഞ്ഞത്, ഇതിനു വേണ്ടിയാണല്ലോ നമ്മള് പൊരുതിയത്, അള്ളാഹ് അല്ലാത്തവരെയും വിളിച്ച് പ്രാർത്ഥിക്കാമോ? ഇപ്പൊ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹ് മാത്രമേ ഉള്ളെങ്കിൽ പിന്നെ ഞാൻ ഇസ്ലാം സ്വീകരിക്കണം. അദ്ദേഹം തിരിച്ചു വന്ന് ഇസ്ലാം സ്വീകരിക്കുന്നത്. അതൊക്കെയാണ് നമ്മുടെ കൗമിന് കൊടുക്കേണ്ട ഏറ്റവും നല്ല ഉദാഹരണങ്ങളും പാഠങ്ങളും. ഈ 2 ആയത്തും നമുക്ക് ഘോരം പ്രസംഗിക്കാൻ പറ്റിയ ആശയങ്ങളുണ്ട്. അർജുനന്റെ ഏകവചനം എന്താ? റിജില്. അപ്പൊ റജുലിന്റെ ബഹുവചനം എന്താ? റജുലുൻ റിജാല്. റജുലുൻ റിജാലുൻ. പിന്നെ അടുത്ത താഴെ എഴുതണം റിജുലുൻ അർജുലുൻ. നമ്മുടെ പട്ടികയില്ലേ, നമ്മുടെ പട്ടിക ഉണ്ടല്ലോ, ഏകവചനം ബ്രോക്കൺ പ്രോഗ്രസിന്റെ പട്ടിക ഉണ്ടാക്കി വയ്ക്കണം, എന്നിട്ട് അത് വായിച്ചു പഠിക്കണം. അപ്പോ റജുലുൻ റിജാലുൻ, റിജുലുൻ അർജുലുൻ, അങ്ങനെ പറഞ്ഞു പഠിക്കണം. ഔ യൽബിസകും ശിയഅൻ. എന്താ? അപ്പോ ഷിയന്റെ ഏകവചനം എന്താ? എന്ന് പറഞ്ഞാലാ? അതെ, എന്ന് പറഞ്ഞ ആളിനെ അറിയണമെന്ന്. അതെ, ഞാൻ പറയുമ്പോ അക്ഷരം മാറിയില്ലേ. ഷെയ് എന്ന് പറയുമ്പോ ഹംസ് വന്നു, ഷീന് ഹംസ് വന്നു. ഇവിടെ എന്താണ്? അയിനുണ്ട്. അപ്പൊ ഈ അയിൻ എവിടെ പോകും?
ഹംസ് ചിലപ്പോ പുതിയതായിട്ട് വന്നെന്ന് വരാം. ദ എന്ന് പറയുന്നത് ദ്വാ വരുന്നത് പോലെ ഹംസ് പുതിയതായിട്ട് വരാം. പക്ഷെ ഇവിടെയുള്ള അക്ഷരം പോകാൻ പാടില്ലല്ലോ. മൂന്ന് ബേസിക് അക്ഷരത്തിലുള്ളത് യാ എന്ത് വരാൻ ചിലപ്പോൾ മാറി വരാം. പക്ഷെ അതിനെവിടെയും പോകാൻ പാടില്ല. നമ്മള് സുന്നിയും ഷിയായും കേട്ടില്ലേ? അതല്ലല്ലോ അത്. അത് തന്നെയാണ് ഷിയാത്ത്. അതെയാ, അതിനെ വരിക അല്ലെ? അതിനെ വരിക. ഷിയാത്തുൻ എന്ന് പറഞ്ഞതും ഷിയ എന്ന് പറഞ്ഞതും ഒന്ന് തന്നെയാണ്. ഷിയ എന്ന് പറഞ്ഞാൽ അവസാനം എന്താ? അൽ ഖാരിഅ എന്ന് പറഞ്ഞോട്ട് തായാണ്. ഷിയ. അപ്പൊ ഷിയ വന്നത് നമ്മളെ ലാപ്ടോപ്പ് വരുന്നത് ലാപ്ടോപ്പിന് ലാപ്പ് എന്ന് പറഞ്ഞ പോലെ. ലാപ്ടോപ്പും തമ്മിൽ ഒരു ബന്ധമില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മടി വെച്ചല്ല ഉപയോഗിക്കുന്നത്. ഇപ്പൊ എന്റെ ലാപ്ടോപ്പ് ടേബിളിന്റെ ഓർമ്മയായിരുന്നു, ശരിക്കും ഡെസ്ക്ടോപ്പായി. അത് ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ചരിത്രപരമായ ഒരു പേരാണ്. ആദ്യം കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചപ്പോ ഒരു റൂം നിറയെ ഉണ്ടായിരുന്നു കമ്പ്യൂട്ടർ. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഒരു കബോർഡ് പോലെയായി കമ്പ്യൂട്ടർ. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മേശപ്പുറത്ത് വയ്ക്കാവുന്ന കമ്പ്യൂട്ടർ വന്നത്. അപ്പൊ എന്തായി? മേശപ്പുറത്ത് വയ്ക്കാവുന്ന കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പ്. അപ്പൊ അതിനേക്കാളും അടുത്ത വർഷനാണ് പിന്നെ ഇത് വന്നത്, മടിയിൽ വെച്ച് ഉപയോഗിക്കാവുന്നത്. അപ്പൊ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറാണ്, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറാണ്. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറാണ്. അതേപോലെ ഷിയാത്തു അലിയാണ് എന്ത് ഷിയ എന്ന് പറഞ്ഞത്. ലാപ്ടോപ്പിന് ലാപ്പ് എന്ന് പറഞ്ഞാല് മടിത്തട്ട് മാത്രമായിപ്പോ, അത് മടിയന്മാരുടെ പണിയാണ്. അപ്പൊ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നതിന് പകരം ലാപ്പ് എന്ന് പറയുന്ന പോലെയാണ് ഷിയാത്തു അലിക്ക് പകരം ഷിയ എന്ന് പറയും. ഓക്കെ, എനിവേ അത് പറഞ്ഞ വേറൊരു സംഭവത്തിലേക്ക് അങ്ങ് പോകും. ഷിയാത്തു അലിയും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇപ്പോഴുള്ള ഷിയാത്തു അലി, കാരണം അലി അള്ളാഹു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളായിരുന്നു. അന്ന് അത് സ്ഥാപിതമായപ്പോഴും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെതായിരുന്നു. അന്ന് ഷിയാത്തു അലി എന്ന് പറഞ്ഞാൽ ഖലീഫയുടെ ആൾക്കാരാണ്. ഖലീഫയോടൊപ്പം നിന്നവരാണ് ഷിയാത്തു അലി. അതിൽ നിന്നും പുറത്തുപോയൊരു ഖവാരിജികളെ, പുറത്തുപോയവര്. ഷിയാത്തു അലി എന്ന് പറയുമ്പോൾ അലി അള്ളാഹു ഖുലഫാ റാഷിദിൽപ്പെട്ട ആളാണ്. അദ്ദേഹം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളാണ്. പിന്നീട് അതിൽ നിന്ന് പുറത്തുപോയവരെല്ലാം ഖവാരിജികളായി. ഇപ്പോഴുള്ള ഷിയകൾ അതിൽ പെടില്ലല്ലോ ഉസ്താദേ, ഒരുപാട് ഇതില്ലേ അതിലൊക്കെ. അതെ, പറഞ്ഞേ. അപ്പൊ എന്തായി? അത് കഴിഞ്ഞപ്പോൾ പിന്നീട് പിന്നെ അമവി ഭരണകൂടം വന്നു. അമവി ഭരണകൂടം വന്നപ്പോ നേരത്തെ ഭരിച്ച ആൾക്കാരെയും ഖുലഫാ റാഷിദികളിൽപ്പെട്ട അലി അള്ളാഹുവിനെയും എന്ത് ചെയ്തു? അവര് ആക്ഷേപിക്കാനും അവർക്കെതിരെ പ്രവർത്തിക്കാനും തുടങ്ങി. അങ്ങനെ വന്നപ്പോ എന്തായി? അവര് ന്യൂനപക്ഷമായി മാറി. അപ്പൊ ആ ന്യൂനപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘം ഉണ്ടായി. അവരാണ് പിന്നീട് ഷിയാത്തു അലി എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. അന്ന് ഖവാരി, അതായത് ഇത് നിലനിന്ന സമയത്ത്, ആവിർഭവിച്ച സമയത്ത് അവരായിരുന്നു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. പിന്നീട് അവര് ഈ ന്യൂനപക്ഷമാവുകയും അവഗണിക്കപ്പെടുകയും ചെയ്തപ്പോൾ പിന്നീട് എന്തായി? അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായി മാറി. പിന്നീട് അവരിൽ അന്ധവിശ്വാസങ്ങൾ കയറിക്കൂടി. പിന്നീട് അവരുടെ അന്ധവിശ്വാസം കയറിയപ്പോ അവരിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലുള്ള പരിഷ്കരണ പ്രവർത്തകർ ആവിർഭവിക്കാതെ പോയി. ആവിർഭവിച്ചിട്ടുണ്ട്, പക്ഷേ അവരൊന്നും എന്ത് ചെയ്തിട്ടില്ല, ആ രീതിയിൽ അവർ പരിഗണിച്ചിട്ടില്ല. അപ്പൊ അതിനും എന്തുണ്ട്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതായത് നബിചര്യയിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാർ അതിലുണ്ട്. ഇന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്നവർ എത്തിപ്പെട്ടത് പോലുള്ള അവസ്ഥയിലാണ് അവര് എത്തിപ്പെട്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഒറ്റയടിക്ക് അവരെ തള്ളിക്കളയാൻ പാടില്ല. അവരിലുള്ള അന്ധവിശ്വാസങ്ങളുണ്ട്, തെറ്റായ ധാരണകളുണ്ട്. അത് നമ്മൾ ഇതിൽ നമ്മുടെ സമൂഹത്തിലുള്ളത് പോലെ പരിഗണിക്കേണ്ടതാണ്. എനിവേ, അപ്പൊ ഈ ഷിയാത്ത് എന്ന് പറഞ്ഞ ആ ഷിയാത്തിന്റെ ബഹുജനമാണ് ഷിയ. ബാസ് നമ്മൾ വേറെയും പഠിച്ചിട്ടുണ്ട്, ബക്കറയിലൊക്കെ പഠിക്കും. ശിക്ഷ എന്ന് പഠിച്ചിട്ടുണ്ട്, കാഠിന്യം. ഹീനൽ ബഅസ് എന്ന് പറഞ്ഞില്ലേ? അവിടെ എന്തായിരുന്നു? മോശമായ ശിക്ഷ.
അവസ്ഥ. ബഅസ് യുദ്ധം. انظر كيف نصرف الآيات لعلهم يفقهون. യഫ്ഖഹുവിന്റെ അർത്ഥം എന്താ? മാളി എന്താ പറഞ്ഞത്? ഫഖിഹ യഫ്ഖഹു. അപ്പൊ അതിന്റെ ക്രിയാധാതു എന്താ? അപ്പൊ എന്തായി ഫിഖ്? കർമ്മശാസ്ത്രം, ഗ്രഹിക്കലാണ്. ഗ്രഹിക്കൽ. പിന്നെ അത് ടെക്നിക്കൽ ടെർമിനോളജി ആയപ്പോഴാണ് കർമ്മശാസ്ത്രത്തിന് വേണ്ടി ഫിഖ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഫഖീഹ് എന്ന് പറഞ്ഞാല് കർമ്മശാസ്ത്രം. ഫഖീഹ് ഫാഖിഹ് എന്ന് പറയുന്ന പോലെ തന്നെ ഫഖീഹ് എന്ന് പറയും. ആ ക്രിയയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന കർത്താവിന്റെ രൂപം ഇസ്മുൽ ഫാഇല് ഫാഖിഹാണ്. പക്ഷെ പ്രയോഗിക്കുന്നത് ഫഖീഹ് എന്നാണ്. ഫഖീഹ്. അങ്ങനെ ചില ക്രിയകളുണ്ടാവും. ആധിക്യത്തിന്റെ രൂപമായിരിക്കും അതിൽ പ്രയോഗത്തെ ഉപയോഗിക്കുക. കാരണം ഗ്രഹിക്കാൻ നന്നായിട്ട് ഗ്രഹിക്കണം, എന്നാലേ ഫഖീഹാവുള്ളൂ. അപ്പോ ഗ്രഹിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഫഖീഹ് വന്നത്. അതിനാണ് കർമ്മശാസ്ത്ര പണ്ഡിതന് ഫഖീഹ്. അതിന്റെ ബഹുവചനമാണ് ഫുഖഹാ. അപ്പൊ ആണ് ഫുഖഹാക്കൾ എന്ന് പറയും, മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന പോലെ. ഫുഖഹാ, ഫഖീഹ്, ഫുഖഹാ. കസ്സബ ബിഹി ഖൗമക വഹുവൽ ഹഖ്. ഇവിടെ വാവ് എന്താണ്? വഹുവൽ ഹഖ്. അത് യാഥാർത്ഥ്യമായിരിക്കെ അദ്ദേഹത്തെ അത് യാഥാർത്ഥ്യമായിരിക്കെ അതിനെ താങ്കളുടെ കൗമ് ചെയ്തു കളവാക്കി. ലസ്തു അലൈക്കും ബി വക്കീൽ. അതിന്റെ ലസ്തുവിന്റെ ഒന്നാമത്തെ രൂപം എന്താണ്? അതിന്റെ മുളാരി എന്താണ്? വാരിയില്ലല്ലോ. മുളാരി ഇല്ല. മുളാരി ഇല്ലാത്ത ക്രിയയാണ് ലൈസ. മാളി ഇല്ലാത്ത ക്രിയയാണ് വസീറ. വസീറ എന്ന് പറയുന്നെങ്കിലും അതിനെ മുളാരിയും അമ്രും മാത്രമേ ഉപയോഗിക്കുള്ളൂ. അമ്ര ശരിക്കും മുളാരി അമ്ര നഹി. അമ്ര നഹീം എന്താണ്? മുളാരിന്റെ ഭാഗമാണ്. ലാ തദർ എന്ന് പറഞ്ഞപ്പോ എന്തായി? വിരോധകരിയായി. അതേപോലെ സർ എന്ന് പറഞ്ഞപ്പോ കൽപ്പനയായി. സറു ലാ തദർ. അപ്പൊ അത് മുളാരി. ലൈസയ്ക്ക് മുളാരി ഇല്ല. ലികുല്ലി നബഇൻ മുസ്തഖർ. മുസ്തഖർ എന്താ? അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ എന്തായിരുന്നു മുസ്തഖറിന്റെ? ഉറപ്പാക്കുന്ന സന്ദർഭം. ഉറപ്പാകുന്ന സന്ദർഭം. പര്യവസാനം. കലാശത്തിന്റെ അറബി എന്താ? പുലർച്ച. ഷേഖിനോട് ചോദിക്കും, ഷേഖ് പറയും. കലാശക്കൊട്ടെന്ന് പറയില്ലേ? കലാശക്കൊട്ടെന്ന് പറയുന്ന അറബി എന്താ? ഒറിജിനൽ അറബി ഖലാസ്. ഖലാസ്. ലാമ് അലിഫ് സ്വാദ്. ഖലാസ്. അപ്പൊ അതിനാണ് കലാശക്കൊട്ട്. ഈ കലാശക്കൊട്ട് ഇപ്പൊ എല്ലാരും ഉപയോഗിക്കുന്നുണ്ട്. അറബി ഇഷ്ടം എല്ലാത്തവരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതാണ് വസോഫ തഅലമൂൻ എന്ന് പറഞ്ഞത്. പിന്നീട് മനസ്സിലാക്കുന്നു ഇവിടെയുള്ള ആയത്താണത്. വസോഫ തഅലമൂൻ.
യഹൂദൂന, യഹൂദൂനയുടെ മാവ് എന്താ? ഹാള. ആല യഖൂലു. ഇത് റഅയ്ത അല്ലദീന അപ്പൊ ഹാളയുടെ മീനിങ് എന്താ? അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മുഴുക, വേണ്ടാത്തതിന് മുഴുക. എൻഗേജ് ആവുക. അഅ്രിദ് അൻഹും ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരി. വഇമ്മ യുൻസിയന്നക. യുൻസിയന്നക എന്താ അർത്ഥം? മറപ്പിക്കും. അപ്പൊ അതിന്റെ ലാസിമായ ഫെയിൽ ഏതാണ്? നസിയ. അപ്പൊ നസിയയുടെ മുതാദ്ദിയാണ് എന്ത്? അൻസ. നസിയ യൻസായുടെ മുതാദ്ദിയാണ് അൻസ യുൻസി. ഇപ്പൊ എളുപ്പത്തിൽ മനസ്സിലായില്ലേ? ലാ തഖഉദ്, ലാ തഖഉദിന്റെ ഖഅദ യഖഉദു. ഇരിക്കുക. അപ്പം ഖാഇദ് എന്നാലേ ഇരുത്തിയിട്ട് പഠിപ്പിക്കണതാണ് കായിക ചെറുപ്പത്തിൽ കുട്ടികളെ. അത് വേറെ. കായിദിലിരിക്കുന്നവൻ ഇരുത്തി പഠിപ്പിക്കുന്നതല്ല. കായിദ് എന്ന് പറഞ്ഞത് ബേസ്മെന്റ് പഠിക്കലാണ്, ബേസിക് പഠിക്കല്. അടിത്തറ. ഇത് യർഫ ഇബ്രാഹിമുൽ ഖവാഇദ. കായിദ്. പിന്നെ നെഹ്ൽവാദിനും കായിദ ഉണ്ടല്ലോ. നെഹ്ൽവാദി പഠിക്കുമ്പോ അതിനകത്ത് കായിദ പഠിച്ചില്ലേ? അപ്പൊ എന്താ? അത് കായിദ ഡെഫിനിഷനാണ്. നിർവചനത്തിനും കായിദ എന്ന് പറയും, ബേസ്മെന്റിനും കായിദ എന്ന് പറയും, പില്ലറിനും കായിദ എന്ന് പറയും. നമ്മൾ നെടുന്തൂണെന്നൊക്കെ പറയുമല്ലോ, അപ്പൊ അതിനും കായിദയാണ്. അങ്ങനെയാണ് യർഫ ഇബ്രാഹിം ഖവാഇദ. അവിടെ ചുവരുകൾ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചത്, മിനൽ ബൈത്തി. അപ്പം ഖാഇദ്. അപ്പൊ ഖാഇദ് അതിന്റെ ബഹുവചനം എന്താ? ഖവാഇദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് വ്യത്യാസം വരില്ലേ അർത്ഥം? എന്താണ് അർത്ഥം? പില്ലറാവും. അപ്പൊ ഖവാഇദ് ഖുർആനിൽ വേറെ വായിച്ചിട്ടില്ലേ? വൽ ഖവാഇദു മിനൻ നിസാ. അത് വായിച്ചിട്ടുണ്ടോ? വൽ ഖവാഇദു മിനൻ നിസാ. അപ്പൊ നിസാന്റെ കാര്യം നോക്ക് പറയുന്നത് ഈ നിസാ എങ്ങനെ ചിന്തിക്കണ്ടേ ഈ ഖവാഇദ് എന്താണെന്ന്? എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ വൽ ഖവാഇദു മിനൻ നിസാ? അടിസ്ഥാന എന്തിനെ കുറിച്ച് പറയുമ്പോഴാണത്? അടിസ്ഥാനത്തിന് ഉറച്ചിരിക്കുന്നുണ്ടാ? അടിസ്ഥാന നിയമങ്ങൾ. ആ, സ്ത്രീകൾക്ക് മാത്രമേ അടിസ്ഥാന നിയമങ്ങളുള്ളൂ. ലത്തി അല്ല, നിസാ എന്ന ബഹുവചനമാണ്. നിസാ പറയുമ്പോ അല്ലത്തി എന്നല്ല പറയും. ബാക്കി എന്താ? അപ്പൊ മനസ്സിലായില്ലേ? വൽഖവാഇദു മിനൻ നിസാഇ അല്ലാത്തി ലാ യർജൂന നികാഹൻ. ലൈസ അലൈക്കും ജുനാഹുൻ. അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലായി ആരാണ് ഖവാഇദ്. അവർക്ക് അവരുടെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വയ്ക്കുന്നതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞാല് അല്പസ്വല്പം നമ്മളീ പറഞ്ഞതുപോലെ കൈയുടെയോ മുഖമോ അല്ലെങ്കിൽ അതുപോലുള്ള കാലിന്റെ ഞെരിയാനി ഭാഗങ്ങളോ വെളിഭാഗങ്ങളോ കുഴപ്പമില്ല. അപ്പൊ എങ്ങനെയുള്ള പെണ്ണുങ്ങളായിരിക്കും അത്? ഇദ്ദയിലിരിക്കുന്നവരാണ് വെളിഭാഗം കുഴപ്പമില്ലെന്ന് പറഞ്ഞു. വീട്ടിലിരിക്കുന്ന പ്രായമായ പെണ്ണുങ്ങളെന്ന്. അല്ലാത്തി ലാ യർജൂന നികാഹൻ. അവർ പിന്നെ എന്ത് ചെയ്യുന്നില്ല, വിവാഹത്തിനൊന്നും അതിനെ കുറിച്ചൊന്നുള്ള ആലോചനയൊന്നും ഇല്ല. ലാ യർജൂന നികാഹൻ. അങ്ങനെയൊന്നും ചിന്തിക്കാനിടയില്ലാത്ത സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വയോധികരായ സ്ത്രീകൾ എന്നർത്ഥം.
അപ്പൊ വീട്ടിലിരിക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് ഖവായിദ് വന്നത്. പിന്നെ മുത്തഖായിദുണ്ട്. അത് കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കാർ പറയും മുത്തഖായിദ്. ഇത് പറഞ്ഞാല് റിട്ടയർഡ്. ആ അത് തന്നെ, പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്നവൻ. പണി കഴിഞ്ഞ് മുത്തഖായിദ്. പിന്നെ അതിന്റെ മലയാള വാക്കാണ് കുത്തിയിരിക്കുന്നവൻ. പണിയൊന്നുമില്ലാതെ കുത്തിയിരിക്കുന്നത്. ദിക്റയുടെ അർത്ഥം എന്താ? ഫലാ തഖ്ഉദ് ബഅദ ദിക്റ. ഉത്ബോധനം ഉത്ബോധനം ഓർമ്മിക്കൽ. അല്ല, ഉത്ബോധനം എന്താണ്? ഉത്ബോധനക്കാർ പറയും ഉത്ബോധനം ഉപദേശം ഓർമ്മ വന്നതിന് ശേഷം അവിടെ ഓർമ്മ വന്നതിന് ശേഷം. അപ്പൊ സ്വയം ഓർമ്മിക്കലാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഫദക്കിർ ഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിൻ എന്ന് പറഞ്ഞതോ ദിക്ർ ഓർമ്മിപ്പിക്കുക. അവിടെ ഉത്ബോധനം നടത്തലോ? അവിടെ ഉത്ബോധനം, അതായത് ദക്കറ യുദക്കിറുവിന്റെ ക്രിയാധാതുവായിട്ടും ദിക്റ വരും. ദക്കറ ഓർമ്മിപ്പിച്ചു, അതിന്റെ ക്രിയാധാതുവായിട്ടും ദിക്റ വരും. ദക്കറ യദ്കുറുവിന്റെ ക്രിയാധാതുവായിട്ടും ദിക്റ വരും. രണ്ടിന്റെയും ക്രിയാധാതുവായിട്ട് ദിക്റ വരും. അപ്പൊ ഇവിടെ സ്വയം ഓർമ്മിക്കലാണ് ഫദക്കിർ എന്ന് പറഞ്ഞ. അവിടെ ഫദക്കിർ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാൻസിറ്റീവായിട്ട് മുത്തഅദ്ദിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ മുത്തഅദ്ദിയുടെ അർത്ഥമാണ് അവിടെ ഉള്ളത്. ഫദക്കിർ ഇന്ന ദിക്റ, നീ ഉത്ബോധനം ചെയ്യുക. ഉത്ബോധനം അല്ലെങ്കിൽ നീ ഓർമ്മിപ്പിക്കുക, ഓർമ്മപ്പെടുത്തൽ പ്രയോജനം ചെയ്യും. അല്ലെങ്കിൽ പ്രയോജനം. ഇവിടെ വരിക ഓർമ്മപ്പെടുത്തലാണ് ഉസ്താദ് അല്ലേ? ഇവിടെ ഓർമ്മപ്പെടുത്തലല്ല, ഇവിടെ ഫലാ തഖ്ഉദ് ബഅദ ദിക്റ. ഇവിടെ നസിയയാണ്. നിന്നെ മറപ്പിച്ചാൽ എന്ന് പറഞ്ഞു. അപ്പൊ നിന്നെ മറപ്പിച്ചതിന് ശേഷം പിന്നെ നീ ഓർമ്മിച്ചാൽ എന്നാണ്. നീ ഓർമ്മിച്ചാൽ അക്രമികളോടെ ഇരിക്കരുത്. അപ്പം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ സ്വത്വങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് മോശമായി പറയുന്നവരെ കൂടെ നീ ഇരുന്നു കഴിഞ്ഞാൽ, അതിനെ ദുരുദ്ദേശത്തിൽ സംസാരിക്കുന്നവരുടെ കൂടെ ഇരുന്നു കഴിഞ്ഞാൽ ദുൽമാണ്. എന്ന് പറഞ്ഞു. അപ്പൊ അത് ദുൽമാണെന്നുള്ളത് ഈ വാക്കിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. وما على الذين يتقون من حسابهم من شيء ولكن ذكرى لعلهم يتقون. وما على الذين من حسابهم من شيء. എന്താർത്ഥം? ശിക്ഷയിൽ നിന്ന് യാതൊന്നും തന്നെ അവർക്ക് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അവരുടെ മേൽ ആരുടെ മേൽ? അല്ലദീന അക്രമികളുടെ മേൽ അല്ല. ഹിസാബിഹിം എന്ന് പറഞ്ഞത് മറ്റവരുടെ കണക്ക്, അവരുടെ ഹിസാബൊന്നും മുത്തഖികളുടെ മേൽ വന്ന് ഭവിക്കില്ല. മുത്തക്കാതെ രണ്ടും തേർഡ് പാർട്ടീസ് ആണ്. പക്ഷെ ഒരു തേർഡ് പാർട്ടി നല്ലവരും ഒരു തേർഡ് പാർട്ടി ഇതിനെ കുറിച്ച് കുറ്റം പറയുന്നവരും. അവരുടെ ഹിസാബൊന്നും തഖ്വ പാലിക്കുന്നവരുടെ മേൽ വരില്ല. വലാകിൻ ദിക്റ ലഅല്ലഹും യത്തഖൂൻ. അവരെയും എന്ത് ചെയ്യണം? ഇവിടെ ദിക്റ എന്താണ്? ഇവിടെ ഉത്ബോധനം. അപ്പൊ ലഅല്ലഹും യത്തഖൂൻ, ആ പറഞ്ഞ ആൾക്കാര് മുത്തഖികളാകുന്നതിന് വേണ്ടി. അടുത്ത വാക്ക് എന്താണ്? അപ്പൊ വാവ് എന്താണ്? ഉപേക്ഷിക്കൂ. അപ്പൊ ഈ ഇവിടെയൊക്കെ ഭാഷ മനസ്സിലാക്കിക്കൊണ്ട് ഖിറാഅത്ത് നടത്തിയാലേ കറക്റ്റ് ഉച്ചാരണം ശരിയാവുള്ളൂ. ഈ പലയിടത്തും ഉസ്താദേ വാ ആദ്യം വരുമ്പോഴേ നമ്മൾ എങ്ങനെയാണ് ചിലപ്പോഴൊക്കെ, അതായത് നമ്മൾ ഏത് സംഗതിയും എന്താ പറയാ നിരന്തരം ആയ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും ഒരു അർത്ഥം ഇവിടെ കാണുന്നില്ല. അപ്പൊ എങ്ങനെയൊന്നും മനസ്സിലാവണില്ല. മനസ്സിലാകുന്ന നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ചിലപ്പോഴൊക്കെ മലയാളം സംസാരിക്കുമ്പോൾ ഇത് അതിന്റെ അർത്ഥം എങ്ങനെയാണെന്ന് ചിന്തിച്ചു, എങ്ങനെ വന്നു എന്ന് ചിന്തിച്ചു നോക്കണം. എങ്ങനെ ആ കേൾവിക്കാരൻ എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചിന്തിച്ചു നോക്കണം.
അപ്പൊ നമുക്ക് മനസ്സിലാകും ഇത് അറബിയിലും ബാധകമാണ്. മലയാളത്തിൽ പറയുന്ന പല സംഗതികളും അതിന്റെ സന്ദർഭത്തിൽ നിന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നൊരു തമാശയുണ്ട്, മൂത്രം ഒഴിച്ചുണ്ടണം മോരൊഴിച്ചുണ്ടെന്ന് പറയും. അപ്പൊ എങ്ങനെ മനസ്സിലാക്കുക? മനസ്സിലായി. അപ്പൊ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ടർത്ഥമുണ്ട്. രണ്ടർത്ഥമുണ്ട്. അത് എങ്ങനെ മനസ്സിലാക്കും ഒഴിക്കുക എന്നുള്ള എന്താ അർത്ഥം? സന്ദർഭത്തിനനുസരിച്ച്. സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് വാക്കുണ്ട്. നമ്മളിങ്ങനെ ഈ ഒരു ഇതിൽ ചിന്തിച്ചു പോകണം. മലയാളത്തിൽ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ കേൾവിക്കാരൻ ഇത് കറക്റ്റായിട്ട് മനസ്സിലായോ? പക്ഷെ മനസ്സിലാകും, ചെറിയ കുട്ടികൾ പോലും മനസ്സിലാക്കും. നമ്മൾ മലയാളത്തിൽ പറയുന്നത് ചെറിയ കുട്ടികൾ, സ്കൂളിൽ അവൾ പഠിക്കുന്ന പ്രൈമറി, അപ്പർ പ്രൈമറിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് സംസാരിച്ച് നോക്കി. പ്രൈമറി പഠിക്കുന്ന അല്ലെങ്കിൽ UKG LKG പഠിക്കുന്ന കുട്ടികളൊക്കെ മലയാളത്തിൽ സംസാരിച്ച് നോക്കി. അവരതിന്റെ കോൺടാക്ട് അനുസരിച്ച് മനസ്സിലാക്കിക്കോളും. നമ്മൾ പ്രത്യേകം പഠിപ്പിക്കൊന്നും വേണ്ട. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു കുട്ടികൾ എങ്ങനെ മനസ്സിലാക്കി. അപ്പൊ അതുമായി എന്ത് ചെയ്യണം? ടച്ച് വേണം. നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നിരന്തരം സമ്പർക്കത്തിലാകുന്നില്ല. നമ്മൾ സമ്പർക്കത്തിലാകുന്നില്ല, പക്ഷെ എന്തിനു വേണ്ടിയാണ്? അധര വ്യായാമത്തിന് വേണ്ടിയാണ്. യാസീൻ ഓതൽ ഒരു പ്രക്രിയയായി മാറ്റുകയാണ്. അതൊരു പ്രക്രിയ, ഒരു അധര വ്യായാമം എന്ന് ധരിക്കുക. അതേസമയം ഒരായത്തെ ഓതുന്നുള്ളൂ. അതിന് ചിന്തിച്ചു നോക്കും, അങ്ങനെ വായിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മൾ രാവിലെ പത്രം വായിക്കും, പത്രം വരുത്തുന്നു വായിച്ചു നോക്കും. എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? പത്രത്തിലെല്ലാം നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷണം നടത്തൂല. നമ്മൾ ഓടിച്ച് വായിച്ചു പോവുകയാണെങ്കിൽ ആ 16 പേജ് ഉണ്ടെങ്കിൽ ആ 16 പേജ് നമുക്ക് വായിക്കാൻ പറ്റില്ല. ആ 16 പേജിലുള്ള നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കിപ്പോ. അപ്പൊ നമ്മൾ അങ്ങനെ വായിക്കുമ്പോഴെങ്കിലും, ഖുർആൻ എടുത്ത് വായിക്കുമ്പോഴെങ്കിലും നമ്മൾ പുണ്യം കിട്ടാൻ വേണ്ടിയാണ് വായിക്കുന്നതെങ്കിലും എങ്കിൽ പോലും നമ്മൾ അത് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ ശ്രമിച്ചു പോയാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും, ഒരു പ്രശ്നമില്ല. അതാണ് അള്ളാഹ് പറഞ്ഞത്, വലം നജഅലഹു ഇവജ, അതില് ഒരു വക്രതയില്ല. എന്താ, ലിസാനിൻ അറബിയും മുബീൻ, സുവ്യക്തമായ അറബി ഭാഷയിലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശരിയായിക്കോളും. മാത്രമല്ല, ഈ ഹിഫ്ള് പഠിച്ചിട്ടും അറബി കോളേജ് പഠിച്ചിട്ടും അബ്ദുൽ പാസ്സായിട്ടും വരുന്ന ആൾക്കാർ, അവര് ഓതുന്നത് എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാകണം എന്ന രീതിയിലാണ് അവർ ഓതുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ശ്രദ്ധിച്ചു ഓതും. പക്ഷെ അവരും എന്ത് ചെയ്യുന്നു? ഓക്കെ, ഞാനിവിടെ ഇമാമായിട്ട് നിൽക്കും, 20,000 ശമ്പളം കിട്ടും, ശമ്പളം കിട്ടാൻ വേണ്ടി ആ ഒരു തലത്തിലേക്ക് അങ്ങ് പോകുന്നത് കൊണ്ടാണ് ഇന്നലെ ഓതി ആകെ 10 ആയത്തെ അല്ലെങ്കിൽ ഒരു 10 ഭാഗം പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഈ 10 ഭാഗം തന്നെയാണ് എപ്പോഴും വായിച്ചിരിക്കുന്നത്. ആ 10 ഭാഗത്തിന്റെ ഒരായത്ത് മുമ്പോട്ടോ ഒരായത്ത് താഴോട്ടോ പഠിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും അവരെയൊക്കെ നമ്മൾ ഇപ്പൊ ഇതിൽ പെട്ട ആരെങ്കിലും ഉണ്ടാവും? കമ്മിറ്റി അംഗങ്ങളായ ആരെങ്കിലും ഉണ്ടാവും ഈ ക്ലാസ്സിൽ? കമ്മിറ്റി അംഗങ്ങളെയാണ് പറയേണ്ടത്. അവരെയൊക്കെ ശരിക്കും ഇന്റർവ്യൂ ചെയ്ത് അവരെ എന്താണ് അവരുടെ അടിസ്ഥാന യോഗ്യത എന്ന് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഇമാമത്തെ നിർത്തേണ്ടത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ, അയാൾ തെറ്റോതും. ഈ തെറ്റാണ് പിന്നിൽ നിൽക്കുന്നവരൊക്കെയും ഓതി പഠിക്കുക. പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ വിചാരിക്കുക ഇങ്ങനെയാണ് ഓതേണ്ടത്. ഓക്കെ, وغرتهم الحياة الدنيا وذكر به أن تبصر نفس بما كسبت. ذكر به أن تبصر نفس بما كسبت. എന്തായിരിക്കും എൻ്റെ അർത്ഥം? وذكر به أن تبصر نفس بما كسبت. ഇതൊക്കെ ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ്. എങ്ങനെ അൻതുബസല നഫ്സിന്റെ അർത്ഥം പറയാം. അൻതുബസല നഫ്സ്, നാശത്തിൽ അകപ്പെടുത്തുന്നതിനെ അകപ്പെടും എന്നതിനാൽ അൻതുബസല നഫ്സും ബിമാ കസബത് എന്നതിനാൽ എന്ത് ചെയ്യാ? അത് മുഖേന നീ ഉത്ബോധനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നാശത്തിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി. അത് മുഖേന എന്ന് പറഞ്ഞാൽ ഖുർആൻ മുഖേന എന്നല്ലേ? ദക്ർ ബിഹി, അത് മുഖേന, ഈ സൂക്തങ്ങൾ മുഖേന.
അപ്പൊ എവിടെയും പറഞ്ഞിട്ടുണ്ട് ലൈസ ലഹ മിൻ ദൂനില്ലാഹി വലിയ്യും വലാ ഷഫീഅ്. ഷഫീ എന്താണ്? ശുപാർശകൻ. 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 അപ്പൊ ഈ ശുപാർശകന് ഷാഫി എന്ന് ഉപയോഗിക്കും. ഷഫാഅത്തു ഷാഫിഈൻ അധികം ഉപയോഗിക്കൽ ഷഫീ എന്നാണ്. ഫഇൻ തഅദിൽ കുല്ല അദ്ലിൻ ലാ യുഖദ് മിൻഹാ. അപ്പൊ നിങ്ങള് ഷഫാഅത്തിനെ കുറിച്ച് അസൈൻമെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഷഫാഅത്തിനെ കുറിച്ച് ഒരു വാക്ക് ചെയ്തോളൂ. ഷഫാഅത്തിനെ കുറിച്ച് ഖുർആൻ എന്ത് പറഞ്ഞിരിക്കുന്നു? ഷഫാഅത്തിനെ കുറിച്ച് ഖുർആൻ എന്ത് പറഞ്ഞിരിക്കുന്നു? വന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി എന്നില്ലേ ഖുർആനിൽ? അതെ, അള്ളാഹുവിന്റെ അനുമതി കൂടാതെ ആർക്കും ഷഫാഅത്ത് ചെയ്യാൻ പറ്റില്ല. ഷഫാഅത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആയത്തുകളെല്ലാം സ്ക്രോൾ ചെയ്തിരിക്കണം. എന്നിട്ട് അവിടെയൊക്കെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കണം. എന്നാലേ കറക്റ്റ് ഷഫാഅത്തിനെ കുറിച്ച് ഇത് കിട്ടും. ഞാൻ ഈ ബക്രയുടെ ക്ലാസ്സിലാണോ ഇതിന്റെ ക്ലാസ്സിലാണോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ബക്രയുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ബക്രയുടെ ക്ലാസ് പറഞ്ഞു. അപ്പം ആ ബക്രയുടെ ക്ലാസ് പറഞ്ഞ് അത് കേട്ട ഒരാളെങ്കിലും ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മനസ്സിലായി. അപ്പൊ ഈ നിങ്ങളും ഒരു വർക്ക് ചെയ്യേണ്ടതാണ്. കാരണം ഇപ്പൊ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് ബക്ര പഠിപ്പിക്കുന്നത്. എന്നൊന്നും നമ്മൾ അന്ന് തുടക്കത്തിലായിരുന്നു. അന്ന് ഈ പറഞ്ഞതുപോലെ താഴോട്ടുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അന്ന് നന്നായിട്ട് വർക്ക് ചെയ്യിപ്പിച്ചില്ല. അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. ഇതുപോലുള്ള വർക്കുകളൊക്കെ. ആ ക്ലാസ്സിലെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്. നന്നായി പഠിക്കുന്ന കുട്ടികളൊക്കെ, നന്നായി മനസ്സിലാക്കിയിട്ടുള്ള കുട്ടികളാണ്. പഠിപ്പിച്ചിട്ടേ വിടുന്നുള്ളൂ. ഞങ്ങളെക്കാളൊക്കെ മിടുക്കന്മാരാണ് അവര്, മിടുക്കികളാ. ഫഇൻ തഅദിൽ കുല്ല അദ്ലിൻ. അവിടെ എന്താണ് അതില്? പ്രായശ്ചിത്തം. എന്താണ്? പ്രായശ്ചിത്തം. പകരം കൊടുക്കുന്നത്, തുല്യമാക്കാൻ വേണ്ടി കൊടുക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അതിൽ പ്രായശ്ചിത്തമായിട്ട് വരുന്നത്. ഒന്നിന് തുല്യമായി മറ്റൊന്ന് കൊടുക്കുന്നു. അവിടെ ഉള്ളതിന് തുല്യമായി മറ്റൊന്ന് കൊടുക്കുന്നു എന്ന അർത്ഥത്തിലാണ് പ്രായശ്ചിത്തം എന്ന ഇത് വരുന്നത് അതിലിന്. പിന്നെ അതിലെന്നുള്ളത് നീതി പാലിക്കുക എന്നതിന് പകരം എന്ത് ചെയ്യുന്നു? പ്രായശ്ചിത്തം കൊടുക്കുക എന്ന അർത്ഥം വരും. നീതി എന്ന് പറഞ്ഞാൽ സമമാകുകയാണല്ലോ. അപ്പം എന്താണോ അവിടെ ഉള്ളത് അതിന് കോമ്പൻസേറ്റ് ചെയ്യത്തക്ക രീതിയിൽ പകരം കൊടുക്കുന്നു. അടിസ്ഥാനപരമായും ഇതിന്റെ അർത്ഥം നീതി എന്ന് തന്നെയാണ്. لا يؤخذ منها أي نوع من الفعل هل هي معروف أو مجهول؟ يؤخذ. لما جزمت എന്തുകൊണ്ട് ജസ്മി ചെയ്യപ്പെട്ടു? യുഅഖദ് എന്ന് പറഞ്ഞു. അത് പാസീവ് വോയിസ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ട്. പാസീവ് വോയിസ് ആണ്. എന്തുകൊണ്ട് ജസ്മി ചെയ്യപ്പെട്ടു? ലാ യുഅഖദ് എന്ന് പറഞ്ഞാല് എന്നതിന്റെ എന്താണ്? ജവാബാണ്. എന്നതിന്റെ ജവാബാണത്. ദണ്ഡം കൊടുത്താൽ, പ്രായശ്ചിത്തം കൊടുത്താൽ ലാ യുഅഖദ് സ്വീകരിക്കപ്പെടുകയില്ല. മിൻഹ എന്ന് പറഞ്ഞാൽ ആരിൽ നിന്ന്? ആ നഫ്സിൽ നിന്ന്. കേട്ടാ? അൻതുബസല നഫ്സുൻ ബിമാ കസബത്ത് എന്ന് പറഞ്ഞാൽ ആ നഫ്സിലേക്കാണ് അത് മടങ്ങുന്നത്. അപ്പൊ മിൻഹ എന്ന് പറയുമ്പം ഹിയയാണ് ലമീർ. ആ ഹിയ ഈയുമായിട്ട് യോജിക്കുന്ന നാമത്തിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്? മടക്കേണ്ടത്. അതിലേക്ക് യോജിക്കുന്ന നാമം എന്ന് പറയുന്നത് നഫ്സാണ്. ലാ യുഖദ് മിൻഹ, ലാ യുഖദ് മിൻ തിൽക നഫ്സ്. ആ നഫ്സിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല. الذين أبسلوا بما كسبوا. അപ്പൊ ഉബസില നേരത്തെ പറഞ്ഞ അബ്സല, അൻതുബ്സല എന്ന് പറഞ്ഞത് അവിടെ അത് തന്നെയാണ്, മജ്ഹൂൽ തന്നെയാണ്. അപ്പൊ ഉബസിലു
അവർ നാശത്തിലകപ്പെട്ടു. ബിമാ കസബു. ആ ലഹം ഷറാബുൻ. എന്താണ് ഷറാബ്? പാനീയം. 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 കുടിനീര്. സിറപ്പ്. പാനീയം. സിറപ്പ്. ആ യെസ് സിറപ്പ് സിറപ്പ്. തീരാ വന്നില്ലേ? ആ ഈ ആൾക്കാർ വിചാരിച്ച സിറപ്പ് എന്ന് പറഞ്ഞാൽ മരുന്നെന്നാണ്. ശരി. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ടാബ്ലറ്റും ഉണ്ട്, സിറപ്പും ഉണ്ട്. ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഹാർഡാണ്, സിറപ്പ് എന്ന് പറഞ്ഞാൽ പാനീയമാണ്. ഇത്രയുള്ള വ്യത്യാസം. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ അങ്ങനെ ഉപയോഗിച്ച് വന്നിട്ടാണ് അവസാനം സിറപ്പ് എന്ന് പറഞ്ഞപ്പം അത് മരുന്നാന്ന് ആൾക്കാർ വിചാരിച്ചു. ശരിക്കും ഷറാബ് എന്ന വാക്കിൽ നിന്നും മാറി മറിഞ്ഞ് തിരിഞ്ഞൊക്കെ വന്നതാണ് ഇംഗ്ലീഷിലേക്ക് സിറപ്പ് വന്നത്. അപ്പൊ ഇംഗ്ലീഷുകാർ പറയില്ല അത് അറബിയിൽ നിന്ന് ബോർഡർ ചെയ്താണ്, അത് സ്പാനിഷിൽ നിന്നോ ലാറ്റിൽ നിന്നോ എവിടെ നിന്നൊക്കെ എടുത്താന്ന് പറയും. പക്ഷെ അങ്ങോട്ട് നമ്മൾ കൊടുത്തതാണ്, അറബിയിൽ നിന്ന് കൊടുത്തതാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിയതാണ്. നമ്മള് തേയില ഇറക്കുമതി ചെയ്യും. തേയില ഇവിടുന്ന് തേയില കണ്ടെയ്നറിൽ അവിടെ കൊണ്ടുപോകും ഫിൽട്ടറിൽ. എന്നിട്ട് ആ തേയില തിരിച്ചുവിടെ വരും. അതാണ് 3 റോസ് തേയില. ആദ്യം ഇറങ്ങിയ 3 റോസ് തേയില ഉണ്ടോ? കണ്ടില്ലേ? 3 റോസ് തേയില നമ്മൾ 10 പൈസയ്ക്കൊക്കെ വാങ്ങിയിട്ടുണ്ടോ? ഷേക്ക് വാങ്ങിയിട്ടുണ്ടോ 10 പൈസയ്ക്ക് തേയില? ഏറ്റവും നല്ലതാണ് 3 റോസസ്. അല്ലേ? അത് മൂന്ന് റോസാപ്പൂ നല്ലതാണ്. അതെന്ത് ചെയ്തു? ഈ 10 പൈസയ്ക്ക് തേയില വാങ്ങിയ ആരില്ലേ ഇതിനകത്ത്? 10 പൈസക്ക് ഞാൻ വാങ്ങിച്ചു. 10 പൈസയ്ക്ക് തേയില ഇട്ടുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ തൂക്കിയിടും. അന്നൊക്കെ അന്നൊന്നും 1 രൂപയ്ക്ക് തേയില വാങ്ങിയ ആൾക്കാരെ കൊണ്ട് പറ്റില്ല. രാവിലെ ഒരു ദിവസത്തെ പണി ചെയ്യുന്ന സാധനം കൊണ്ട് പൈസ കൊണ്ടാണ് അന്നത്തെ ആവശ്യത്തിനുള്ള വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങും. അപ്പൊ ഇങ്ങനെ തേയില ഇങ്ങനെ തൂക്കിയിട്ടേക്കും. അതിന് കുറെ ഒരു 10 പൈസയ്ക്ക് തേയില എന്ന് പറയുമ്പോൾ ഒരെണ്ണം എടുത്ത് തരും, തരും. അപ്പോ 2 പൈസക്ക് വാങ്ങിച്ചിട്ടുണ്ട്. 2 പൈസയ്ക്ക് വാങ്ങിയിട്ടുണ്ട് അല്ലേ? 8 പൈസക്ക് ശർക്കരയും 2 പൈസക്ക് ചായപ്പൊടി. ഇപ്പൊ എത്ര കൊല്ലം മുന്നേ? എനിക്ക് 10 പൈസയ്ക്ക് വാങ്ങി ഓർമ്മയുണ്ട്. അപ്പോ അന്ന് എന്ത് ചെയ്തിരുന്നത്? അന്ന് തേയില ഉത്പാദിപ്പിച്ചിരുന്ന ഇന്ത്യയിലാണ്. അപ്പൊ ഇന്ത്യ ആയിരുന്നു ഏറ്റവും വലിയ ലാർജസ്റ്റ് എന്താ പറയാ തേയില എക്സ്പോർട്ട് ചെയ്യുന്നത്. ആ തേയില ഇവിടുന്ന് എന്ത് ചെയ്യും? കണ്ടെയ്നർ ഇവിടുന്ന് അവര് കയറ്റി അയച്ചിട്ട് അവിടെ നിന്ന് പാക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. ഇത് നമുക്ക് വിൽക്കും. അപ്പൊ എന്ന് പറഞ്ഞതുപോലെയാണ് എന്താണ്. അപ്പൊ അത് മെയ്ഡ് ഇൻ ലണ്ടൻ ആയിരുന്നു. ഇവിടെ ചിലപ്പോൾ നമ്മൾ വായ്പ കൊടുത്തപ്പോഴാണ് അത് ലാറ്റിൽ നിന്നോ സ്പാനിഷിൽ നിന്നോ ഒക്കെ ബോറോ എടുത്തിട്ട് ഇംഗ്ലീഷിൽ കൊണ്ടുവന്നിട്ട് ഇംഗ്ലീഷുകാർ സിറപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും സിറപ്പ് ഭയങ്കര ഭാഷയാണെന്ന് വിചാരിച്ചു. നമ്മൾ അറബിയെല്ലാം കളഞ്ഞിട്ട് ഇംഗ്ലീഷിന്റെ പിന്നാലെ ഓടി. ഇപ്പോഴും എക്കണോമിക് ലാംഗ്വേജ് എന്ന് പറയുന്ന അറബിയാണ്. ഇന്ന് നമുക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. ശറാബുൻ മിൻ ഹമീമിൻ. ഹമീം എന്താ? ചുട്ടുകളയുന്നത്. വേറൊരു അർത്ഥല്ലേ? ഫ്രണ്ട് എന്നൊരു അർത്ഥല്ലേ? ഹമീമുൻ ഹമീമ. ഇല്ല ഹമീമൻ ഇല്ല ഹമീമൻ ഹമീമെന്നല്ല, അത് വേറെ. അത് വേറെ. ഇല്ല ഹമീമൻ ബഗസ്സാഖാന്നാണ്. അത് വേറെ. അത് ഈ അർത്ഥമാണ് ചുറ്റുകളയുന്നത്. എന്തായിരുന്നാലും അത് മറ്റത് വാം ഫ്രണ്ട് ആണ്. ഹമീമുൻ ഹമീമ. قل أندعو من دون الله ما لا ينفعنا ولا يضرنا ونرد على أعقابنا بعد إذ هدانا الله كالذي استهوته الشياطين في الأرض حيران له أصحاب يدعونه إلى الهدى ائتنا എന്ന് പറയുന്നിടത്ത് വേറെ പറഞ്ഞാൽ എങ്ങനെ പറയും? അൽ ഹുദ പിന്നെ ഇല വേറെ, അൽ ഹുദ വേറെ. അടുത്ത വാക്ക് എങ്ങനെ പറയും?
ഇഹ്തിന എന്ന് വരും. ഇഹ്തിന. അപ്പൊ അവിടെ അത്തായത്തിയുടെ കൽപ്പനക്കില് പഠിച്ചില്ല. അതെ ഇഹ്തി അത്തായത്തിയുടെ കൽപ്പന എത്തിയെന്നാ ഈത്തി. ഈത്തി. അപ്പൊ ഈത്തി എന്ന് പറയുന്നത് എപ്പോഴാണ്? അതുകൊണ്ട് തുടങ്ങുമ്പോഴാണ്. അപ്പൊ ഇവിടെ ഈത്തിന എന്നാണ് പറയേണ്ടത്. ഇലാൽ ഹുദായിൽ നിർത്തിയാൽ ഈത്തിന എന്ന് പറയേണ്ടത്. അവിടെ നിർത്താൻ പറ്റില്ല, അത് വേറെ കാര്യം. ഈത്തിന എന്നാണ് വേറെ പറയേണ്ടത്. ചേർത്ത് വായിക്കുമ്പോ ഇലാൽ ഹുദ എത്തിന. ഓക്കെ. ഇവിടെയാണ് അള്ളാഹ് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇതിന്റെ നിരർത്ഥകത എടുത്തു പറയുന്നത്. നമുക്കൊരു പ്രയോജനം ചെയ്യുന്നില്ല, അതേപോലെ ഒരു അപ്പൊ ലാ യൻഫഅന എന്ന് പറഞ്ഞിടത്ത് യൻഫഉ എന്ന് പറഞ്ഞ ക്രിയയില് ലാ യൻഫഅന എന്ന് പറഞ്ഞിടത്ത് എന്തെല്ലാം ഉണ്ട്? ലാ യൻഫഉന വലാ യദുറുന എന്ന് പറഞ്ഞിടത്ത് ഫിഅൽ ഏതാണ്? ഫിഅൽ ഏതാണ്? ഫാഇൽ ഏതാണ്? മഫ്ഊൽ ബിഹി ഏതാണ്? ലാ യൻഫഉന വലാ യദുറുന. അതായത് ഇങ്ങനെ പറയുമ്പോ ഫെയിൽ ഏതാണെന്ന് ചോദിക്കും. എന്താണ് അതിലുള്ളിലുള്ള അല്ല അങ്ങനല്ല വരിക. മഫൂലും ബിഹിയാണ്. മഫൂലും ബിഹി ആര്? നഹ്നു മഫൂലും ബിഹി. പിന്നെ ഫായില് ആണോ അല്ലേ? ഒന്ന് ഓർമ്മിച്ചു പറയാം നമുക്ക്. നഹ്നു ഫായിലാണ്. അപ്പൊ ഞങ്ങൾ പ്രയോജനപ്പെടുകയില്ല എന്നാണോ? ഞങ്ങൾ പ്രയോജനപ്പെടുകയില്ല എന്നാണോ? അല്ല, ഞങ്ങൾക്ക്. അപ്പൊ ഇവിടെ കർമ്മത്തിന്റെ സ്ഥാനത്താണ്. അപ്പൊ ഫായിലെവിടെ? ഹും എന്നാണ്. ഹും എങ്ങനെ ഫായിലാകുന്നത്? ഭാരപ്പെടുകയില്ല. അല്ല അല്ല, അതെ. ഹും എവിടെ നിന്ന് വന്നു? ഹുമ്മ് വരണമെങ്കിൽ ഹുമ്മിന് യോജിച്ച ഒരു ക്രിയാരൂപം വേണ്ടേ? അത് നമുക്ക് പ്രയോജനപ്പെടുകയില്ല. ഞങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പം എൻഫഴയിലുള്ള ഹുവയാണ് ഫാനില്, ഞായാകുന്ന നെഹ്നുവാണ് മഫൂൽ ബിഹി. അങ്ങനെ മനസ്സിലാക്കിയാലേ അർത്ഥം മനസ്സിലാവുള്ളൂ. യൻഫഉ ലാ യൻഫഉ, അത് പ്രയോജനപ്പെടുകയില്ല. ഞങ്ങൾക്ക്. നിങ്ങൾ ഒന്നിനെയാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ആ ഒന്ന് ലാ യൻഫഉ പ്രയോജനം ചെയ്യുകയില്ല ഞങ്ങൾക്ക്. വലാ യദുറു, ആ ഒന്ന് ലാ യദുറു ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുകയില്ല ഞങ്ങൾക്ക്, ഞങ്ങളെ. നുറദ്ദു അല അഴക്കാബിന, അങ്ങനെ ഞങ്ങൾ അള്ളാഹ് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നുറദ്ദു അല അഴക്കാബിന, മടക്കപ്പെടും. ഞങ്ങളെ എങ്ങോട്ട് മടക്കപ്പെടും? ഞങ്ങളുടെ മടമ്പുകാൽ, അതായത് ഞങ്ങളെ മടമ്പിൻ കാലിലേക്ക് മടക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പഴയ അവസ്ഥയിൽ. ഹദാനല്ലാഹ്. അപ്പൊ ഹദാന എന്ന് ബാദ് ഹദാൻ അല്ലാഹു എന്ന് പറഞ്ഞൊരു മഫൂലും ബിഹിക്ക് എന്താണ്? ഹദാ എന്നുള്ളത് എന്റെ ഫിഅലാണ്. ഹദാന എന്നുള്ളത് മഫൂലും ബിഹിയാണ്. അല്ലാഹു എന്നുള്ളത് അവിടത്തെ ഫിഅല്. അല്ലാഹു എന്ന് പറയുമ്പോൾ അല്ല, നായിബുൽ ഫായിലാവില്ല. അല്ലാഹു എന്നത് അതിന്റെ പുറത്ത് വരുന്നതല്ലേ അല്ലാഹു എന്നത്. ലഫ്ദുൽ ജലാലത്ത് എന്ന് പറയൂ. ലഫ്ദുൽ ജലാലത്ത് എന്താണ്? ഫായിലാണ്. അതായത് ഫേല് കഴിഞ്ഞിട്ടാണ് സാധാരണ ഫായിൽ വരേണ്ടത്. ആ ഫേല് കഴിഞ്ഞിട്ട് അവിടെ ഫായിലുണ്ട്. പക്ഷെ മഫ്ഊലും ബിഹി സർവനാമമായതുകൊണ്ട് ഫേലിനോട് ചേർന്നേ വരുള്ളൂ. ഇസ്തഹവത്ഹു ശൈത്താനു. പിഴച്ചവനെ പോലെ
ഷെയ്ത്താനല്ല, വശീകരിച്ചതിനെ ഷയാത്തീനാണ് പോലെ. കേട്ടോ. ഇസ്തഹവത്തുഹു ഷയാത്തീൻ. അപ്പൊ ഇസ്തഹവത്ത് പിശാചുക്കൾ അവനെ പ്രലോഭിപ്പിച്ചു. പ്രലോഭിപ്പിച്ചത് പോലെ, അതെ പ്രലോഭിപ്പിച്ച അവരെ പോലെ അല്ലേ? അതെ അവനെ തെറ്റിച്ചുകൊണ്ടുപോയി. പ്രവചിച്ചവനെ പോലെ. പോലെ. കല്ലതി എന്ന് പറഞ്ഞാൽ ഒരുവനെ ഒരുവനെ പോലെ. പോലെ. അതെ അതെ, ഒരുവനെ പോലെ. ഇസ്തഹവത്ത് എന്നതിൽ എന്തുകൊണ്ട് സ്ത്രീലിംഗം ഉപയോഗിച്ചു? ഇസ്തഹവത്ത് ഷയാത്തീൻ. ഷയാത്തീനെ അതിന്റെ കുറിച്ചാണ്. ഫാഇല് ഷയാത്തീനാണ്. അതിന്റെ ഫാഇല് ഷയാത്തീനാണ്. അതെ. ഹൈറാന അല്ലദി ഇസ്തഹവത്തുഹു ഷയാത്തീനു ഫിൽ അർളി ഹൈറാന. പിന്നെ ഹാലായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വഴിയറിയാതെ അലഞ്ഞെത്തിരിക്കുന്നു. വഴിയറിയാത്തതിനെ തിരിയുന്നവൻ ആരാണ്? അലഞ്ഞെത്തിരിക്കുന്നു. ഈ അല്ലതിയിലേക്കാണ് അതിന്റെ സൂചന പോകുന്നത് കേട്ടോ. കല്ലതി ഒരുവനെ പോലെ. ഇസ്തഹവത്തുഹു ഷയാത്തീനു, ഷെയ്ത്താൻ അവനെ പ്രലോഭിപ്പിച്ചു. ഇല്ലാതെ ഭൂമിയിൽ എന്നിട്ട് അവൻ എന്തായി? ഹൈറാനയായി, പരിഭ്രമചിത്തരായിക്കൊണ്ട്, അന്തമിട്ടവരായിക്കൊണ്ട് കൂടിയാണ്. ഹൈറാന. എങ്ങനെ പരിഭ്രമചിത്തനായി? എങ്ങോട്ട് പോണോന്നറിയാതെ. അറിയാതെ. അതാണ് വഴി അറിയാതെ. ലഹു അസ്ഹാബു യദഊനഹു ഇലൽ ഹുദാ. അവന് സഖാക്കളുണ്ട്. യദഊനഹു വിളിക്കുന്ന, അവനെ വിളിക്കുന്നതായ. ഇലൽ ഹുദ, നേർമാർഗത്തിലേക്ക്. മാർഗത്തിലേക്ക്. അവരെന്താണ് പറയുന്നത്? ആ അസ്ഹാബ് പറയുന്നത് എന്താണ്? ഞങ്ങളിലേക്ക് വരൂ എന്ന്. നീ ഞങ്ങളുടെ അടുത്തേക്ക് വരൂ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന സഖാക്കൾ അവനിക്കുണ്ട്. പക്ഷേ അവനെന്തായി പോയി? പിശാചിന്റെ വഴിയിൽ അകപ്പെട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടൊന്നറിയാതെ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളെ പോലെ നീ ആകരുത്. ഇനി സമയം കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചിന്തിച്ചത്. ആരും മിണ്ടാത്തോണ്ടാണ് ഞാൻ ഈ ആയത്ത് വലിയ ആയത്ത് വായിച്ചത്. മിണ്ടൽ ആളില്ല കാണാൻ. മിണ്ടൽ ആള് ബക്രയിലാണ്. ഇതിലുണ്ടോ? അഞ്ഞാമിലുണ്ടല്ലേ? ഇതില് പറയാറുണ്ട്, പക്ഷെ ആളില്ല. ഇപ്പൊ 2 ആഴ്ച കാണുന്നില്ല. വിളിച്ചു നോക്കണം കേട്ടോ. 2 ആഴ്ച കൊണ്ട് കാണുന്നില്ല. കമ്മ്യൂണിക്കേറ്റ് ആരംഭിക്കുന്നില്ലായിരുന്നു. അതെ. ഖുൽ ഇന്നൽ ഹുദാ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ. നമുക്ക് പറയേണ്ട കാര്യമില്ല. വഉമിർനാ ലിനുസ്ലിമ ലിറബ്ബിൽ ആലമീൻ. എൻ്റെ അർത്ഥം ലിനുസ്ലിമ, കീഴൊതുങ്ങാൻ, സമർപ്പിക്കാൻ, സബ്മിറ്റ് ചെയ്യാൻ ആണ് നമ്മളെ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. നമ്മള് ടോട്ടൽ സബ്മിഷൻ നൽകണം അള്ളാഹ്ക്ക്. ടോട്ടലി വി ഹാവ് ടു സബ്മിറ്റ് ടു അള്ളാഹ്. എന്നാലും നമുക്ക് നമ്മൾ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ആയത്ത് മനസ്സിലായാലേ നമ്മുടെ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മള് സമർപ്പണം ചെയ്യേണ്ടത് അള്ളാഹ്ക്കാണ്. ഉമിർനാ ലിനുസ്ലിമ ലിറബ്ബിൽ ആലമീൻ. ബിദാലിക ഉമിർതു എന്നൊക്കെ പറഞ്ഞില്ലേ? അന മിനൽ മുസ്ലിമീൻ. പക്ഷെ നമ്മൾ ആ ഉമിർത്തൊക്കെ കളഞ്ഞു. നമ്മൾ നമുക്ക് വേണ്ടി 24 മണിക്കൂർ പ്രവർത്തിച്ചിട്ട് ഇനി ഒരു 5 മിനിറ്റ് അല്ലെ അരമണിക്കൂർ, ഒരാഴ്ച 1 മണിക്കൂറൊക്കെയാണ് നമ്മൾ ആ ഖുർആൻ പഠിക്കാൻ വേണ്ടി എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്. എല്ലാവരും അല്ല കേട്ടോ, കുറച്ചാൾക്കാർ, ചില ആൾക്കാർ വിചാരിച്ചിരിക്കുക അരമണിക്കൂർ ഖുർആൻ പഠിക്കുകയാണ് ദീനിന് വേണ്ടി എന്തോ സംഭവം ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത്. അതൊന്നും അല്ല. ശരിക്കും ടോട്ടൽ നമ്മുടെ ലൈഫ് ഇസ്ലാമിന് വേണ്ടി നീക്കി വെക്കുമ്പോൾ മാത്രമേ എന്താവുള്ളൂ, ജീവിതം സാർത്ഥകമാവുകയുള്ളൂ, അന്വർത്ഥമാവുകയുള്ളൂ. അതാണ് അന്വർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥവത്താവുക തീരുള്ളൂ. അള്ളാഹ് പറഞ്ഞ പോലാണെങ്കിൽ നമ്മൾ അള്ളാഹ്ക്ക് സമർപ്പിച്ചവരാണ്. അങ്ങനെ വരുമ്പോൾ ബാക്കി നമ്മുടെ ജീവിതായോധന മാർഗങ്ങളെല്ലാം എന്തായാലും സൈഡ് ബിസിനസ് ആയിരിക്കും. അങ്ങനെയാണ് പണ്ടുള്ളവരൊക്കെ പ്രബോധനം നടത്തിയിരുന്നത്. അവർ പ്രബോധനം നടത്താൻ വേണ്ടിയുള്ള എക്സ്പെൻസ് കണ്ടെത്താൻ വേണ്ടിയാണ് പണിയെടുക്കുന്നത്. ചിലപ്പോൾ ചില ഔലിയായിനെ കുറിച്ച്, അവരാണ് ഔലിയ എന്ന് പറയുന്നത്. ചില ഔലിയായിനെയൊക്കെ അവിടെ കാണും, പിന്നെ കുറെ ആൾ കഴിയുമ്പോൾ അവരെ കാണില്ല. കാരണം എന്താ, അവര് പ്രബോധനത്തിന്റെ മാർഗത്തിൽ അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. കുറച്ചാൾ അവരെ പണമൊക്കെ തീരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഏതെങ്കിലും ഫാമിൽ പോയിട്ട് കൃഷി ചെയ്യും. അവർ കർഷകൻ എന്ന് പറഞ്ഞാൽ കൂലിപ്പണിക്ക് അവിടെ പണിക്ക് നിൽക്കും. ചിലപ്പോൾ അവിടെ ഹാരിസ് ആയിട്ട് നിൽക്കും, സെക്യൂരിറ്റി ആയിട്ട് നിൽക്കും. ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് കൊടുക്കും. ആള് കാശ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കാശ് വാങ്ങിയ ആളെ സ്ഥലം വിടും.
പിന്നെ അയാൾ പണിക്ക് പോകും. അയാൾ ജീവിതം അല്ലാതെ തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ഇവിടെ നിർത്താം. അപ്പൊ ഒരാഴ്ചയുടെ ആ പേജിലുണ്ട്, നമസ്കാരം നിലനിർത്തണം, പിന്നെ തഖ്വയും പാലിക്കുക. നമസ്കാരം നിലനിർത്തലല്ല തഖ്വ, തഖ്വ വേറെയാണെന്നുള്ളതാണ് സംഭവം. അല്ലെങ്കിൽ നമസ്കാരം കൊണ്ട് തഖ്വ പൂർണ്ണമാകുന്നില്ല, അതിനും അപ്പുറം പിന്നെയും കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് തഖ്വയായി തീരുന്നത്. അവനിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന ബോധവും നമുക്കുണ്ടാകണം. ഓക്കെ, അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ യഥാവധി വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും ഗ്രഹിക്കാനും തദബ്ബുറാക്കാനും അതിൽ ആഴത്തിൽ ഇറങ്ങി ചിന്തിക്കാനും ഭാഷാപരമായും അതിന്റെ ആശയപരമായും തഫ്സീർപരമായും ഇതിനപ്പുറം നിങ്ങൾ അറബി തഫ്സീറൊക്കെ വായിക്കണം, എന്നാലേ കറക്റ്റായിട്ട് മനസ്സിലാവും. അള്ളാഹു നമുക്ക് ഇതിന് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ദുനിയാ ഹസനത്തൻ വഖിനാ റഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.